നമസ്കാരം. ഇന്ന് കണ്ണാടിയൊക്കെ വെച്ച് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? എനിക്ക് വായിക്കണമെങ്കിൽ കണ്ണാടി വേണം കേട്ടോ. ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട് തള്ളേ നിങ്ങൾക്ക് ചെവി കേട്ടുകൂടെ എന്നൊക്കെ. പക്ഷേ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വായിക്കണമെങ്കിൽ കണ്ണാടി വേണം. അതുകൊണ്ട് കണ്ണാടി വെച്ചതാണ്. അപ്പോൾ ഇന്ന് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വേടനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കറുപ്പിനെക്കുറിച്ച് എഴുതിയപ്പം ഓരോരുത്തർ വന്ന് ചോദിക്കുകയാണ്, ആരാണ് മലയാളത്തിൽ കറുത്ത നായകന്മാരോ അല്ലെ അങ്ങനെയുള്ളത് കറുത്ത ആയരെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു വലിയ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. ഒന്നും വേണ്ട, നമ്മുടെ കമൻറ്റ് ലിസ്റ്റിൽ കമൻ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമ്മുടെ മലയാളത്തിലെ എത്രയോ കറുപ്പുള്ള നടന്മാരെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും വേണ്ട, ഞാൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒരു മകനും വരെ കറുത്ത നിറമാണ്, എൻ്റെ കുടുംബത്തിൽ എത്രയോ പേര് കറുത്തവരുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടും ചീത്തവിളി നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലിസ്റ്റ് വിടുന്നത്. അതുകൊണ്ട് എനിക്ക് വായിക്കാതെ ഞാൻ എഴുതി വെച്ചേക്കുമായിരുന്നു നമ്മുടെ മലയാളത്തിലെ കറുത്ത നിറം. സത്യം പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന റിസർവേഷനേക്കാളിലും കൂടുതലാണ് സത്യം പറഞ്ഞാൽ മലയാളത്തിൽ കറുത്ത നിറത്തിലുള്ള നടന്മാരെന്നാണ് എനിക്കത് എഴുതിയപ്പം മനസ്സിലായത്. അതായത് നമ്മളൊരു PSC ലിസ്റ്റ് എടുക്കുമ്പം PSC എഴുതുമ്പം അവർക്ക് ഇത്ര ശതമാനം സംവരണം ഉണ്ടല്ലോ. ആ സംവരണത്തിനേക്കാൾ കൂടുതൽ, ആ ശതമാനത്തെക്കാൾ കൂടുതൽ മലയാളം നടന്മാരും നടിമാരും ഈ തമിഴിലും മലയാളത്തിലും ഒക്കെ നോക്കിയാലും, ഇനി ഹിന്ദി നോക്കിയാലും, അത് ഹിന്ദിയിലെ ഒന്നും ഞാൻ എഴുതാൻ പോയില്ല കേട്ടോ. തമിഴിലെയൊക്കെ അത്യാവശ്യം 1-2 നടന്മാരുടെ പേര് എഴുതി നോക്കിയാൽ അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച വലിയൊരു അത്ഭുതകരമായ കാര്യം. ഇനിയും നമ്മൾ അറിയാത്ത എത്രയോ നടന്മാർ, പേര് നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത എത്രയോ നടന്മാർ നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ കരയിച്ച, നമ്മളെ സന്തോഷിപ്പിച്ച എത്രയോ പേര് മലയാളത്തിലുണ്ട്. ഇതൊന്നും അടിസ്ഥാനമാക്കുന്നത് കളറിലല്ല, നമ്മുടെ കഴിവിലാണ് കാര്യം അല്ലേ? നല്ല കഴിവുള്ളവർക്ക് രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. എത്രയോ പേര് ഈ മലാഫമണിയൊക്കെ സ്വന്തമായിട്ട്, വിനായകനും ഒക്കെ സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവരാണ്. അതൊക്കെ ആലോചിക്കാതെയാണ് വന്നിരുന്നങ്ങ് തകർക്കുകയാണ്. എനിക്കറിയത്തില്ല എന്തൊരു അത്യാവശ്യമാണെന്ന്. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാൻ വേടനോടാണ്, എന്തുകൊണ്ടൊരു കറുത്ത ഒരു പെൺകുട്ടിക്ക് അയാൾ ഒരു ജീവിതം കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ കറുത്തവരെ ഇത്ര വലിയ അധിക്ഷേപിക്കുന്ന, ഇത്രയും വലിയ അധിക്ഷേപം നേടുന്ന ഒരു വേടൻ എന്തുകൊണ്ട് വെളുത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു? അവന് കറുത്ത ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തുവിടായിരുന്നു? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ സത്യൻ ചേട്ടൻ നല്ല കറുപ്പായിരുന്നു, മറക്കരുത്. പിന്നെ മാളാരവിന്ദൻ എത്രമാത്രം നമ്മളെ ചിരിപ്പിച്ച മനുഷ്യനാണ്, എത്രമാത്രം നമ്മളെ കരയിച്ച മനുഷ്യനാണ്, നല്ല കറുപ്പായിരുന്നു കേട്ടോ. പിന്നെ പപ്പുച്ചേട്ടൻ്റെ മോൻ ബിനു പപ്പു. പിന്നെ കലാഭവൻ മണി, അത് പിന്നെ പറഞ്ഞ് കലാഭവൻ മണിയെ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ, വിനായകനെ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാരങ്ങനെ. ആ പോട്ടെ. സുരാജ് വെഞ്ഞാറമൂട് നല്ല വെളുത്തത് കൊടുത്തായിരുന്നു അല്ലല്ലോ? അല്ല. ഇന്ദ്രൻ സേട്ടൻ, ദിലീഷ് പോത്തൻ, ചെമ്പം വിനോദ് നായകനായിട്ട് എത്രയോ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ കറുത്ത നടന്മാരുടെ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാ കറുത്ത മനുഷ്യരും പോയി സിനിമ കാണണം, എങ്കിലേ ആ സിനിമ വിജയിക്കുകയുള്ളൂ. മനസ്സിലായോ? എല്ലാ കറുത്ത ആൾക്കാരും ഈ സിനിമ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പോയി കാണണം. അപ്പോൾ ആ സിനിമ നന്നായിട്ട് വിജയിക്കും. ഇനി വെളുത്തവരുടെ ഒരു സിനിമയും പോയി കാണുകയും ചെയ്യല്ലേ. അങ്ങനെ അവർ ജയിക്കേണ്ടതേ, അവർ തോക്കട്ടെ. അങ്ങനെ അവരുടെ സിനിമ ഓടണ്ട. ഞങ്ങൾ കറുത്തവർ അവരുടെ സിനിമ, ഞാൻ എൻ്റെ മോനെയും ചേട്ടനെയും വിടുന്നില്ലെന്ന് വെച്ചേക്കാം, നിങ്ങളാരും പോകുന്നില്ലെങ്കിൽ. എന്ത് പറയുന്നു? ഇനി പറയാം കേട്ടോ. പിന്നെ ചെമ്പൻ വിനോദ്, മണികണ്ഠൻ എന്നൊരു നടൻ, നല്ല നടനാണ് കേട്ടോ. അർജുൻ അശോകൻ, നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടൻ വെളുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അർജുൻ അശോകൻ നല്ല വെളുത്തിട്ടാണോ ഇരിക്കുന്നത്. പിന്നെ ആരാണ്? ബിനു പപ്പൻ. ശ്രീനിവാസൻ ചേട്ടൻ, ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശ്രീനിയേട്ടൻ നമ്മുടെ സിനിമയിൽ നാടോടിക്കാരനകത്തൊക്കെ വന്നപ്പോൾ നല്ല വെളുത്ത് തുടുത്തായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടു തന്നെ വെളുത്ത് തുടുത്താണോ ഇരിക്കുന്നത്? ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ലുക്മാൻ എന്ന് പറയുന്ന അവറാൻ എന്ന് പറയുന്നൊരു നടനുണ്ട്. നമ്മുടെ സൗദി വെള്ളയ്ക്കകത്തൊക്കെ അഭിനയിച്ച ഒരാളാണ്. അനാർക്കലി മരക്കാരൻ്റെ കൂടെ ഒരു സിനിമയ്ക്കകത്ത്, ആ സിനിമയുടെ പേര് ഞാൻ എടുക്കുന്നത്, അതിനകത്ത് നല്ലൊരു നടനാണ് അദ്ദേഹം. നല്ല രസമുള്ള, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള. പിന്നെ അർച്ചന അറ്റ് 31 പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതിനകത്തൊക്കെ നല്ല റോൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. നമ്മുടെ പിന്നെ അജു വർഗീസ് നല്ല വെളുത്തിട്ടായിരുന്നു. അല്ല, സലീം കുമാർ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ കറുത്ത മുത്താണ് നമ്മുടെ സലീം ചേട്ടൻ അല്ലേ. പിന്നെ ഉണ്ട് മനോജ് കെ ജയൻ, എത്രയോ നല്ല സിനിമകൾ അല്ലേ. കുടുംബസമേതമൊക്കെ അദ്ദേഹം മാത്രം അഭിനയിച്ച് എത്രയും എത്തിച്ച സിനിമയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സർഗം, അതിനകത്ത് വെളുത്ത വിനീതിനേക്കാളും സ്കോർ ചെയ്ത് കറുത്ത മനോജ് കെ ജയനാണെന്ന് നിങ്ങൾ മറന്നുകൂടാ. ഓക്കെ. പിന്നെ രജനീകാന്ത്, പിന്നെ രജനി മുരുകൻ അല്ലേ. അയാൾ നല്ല വെളുത്തിട്ടല്ലേ, കറുത്തിട്ട. ഓക്കെ. ജോണി ലിവർ, ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും, ഹിന്ദിയിലാണെന്ന് പറഞ്ഞാൽ പോലും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ യോഗി ബാബു, ചിരിച്ച് മരിച്ചു പോയി. ഇവരെ രണ്ടുപേരെ എനിക്ക് സത്യം പറഞ്ഞാൽ തെറ്റിപ്പോകും, പക്ഷേ രസമാണ് കേട്ടോ കാണണം. പിന്നെ വടിവേലു,
ആഹാ, മറക്കരുത്, വടിവേലുവിനെ മറക്കരുത്. മാധവൻ, ഉഫ്, എന്തോ രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം അല്ലേ. സ്നേഹിതനെ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ, നിങ്ങളതൊക്കെ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? ഇപ്പോഴും കണ്ടാൽ നമ്മൾ ഇരുന്ന് പോവില്ലേ? ഒക്കെ ഒന്ന് ഓർത്ത് നോക്കൂ കേട്ടോ. പിന്നെ അമിതാഭ് ബച്ചൻ എന്താ വെളുത്തു കൊടുത്താണോ? മിഥുൻ ചക്രവർത്തി, എന്തൊരു രസമുള്ള ഡാൻസിങ്ങാണ് അദ്ദേഹത്തിന്. യോഗി ബാബു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൂരി, ഈ അടുത്ത കാലത്ത് കണ്ട മിക്ക സിനിമയിലും നമ്മളെ ഏറെ ആകർഷിച്ച ഒരു നടനാണ് സൂരി. പലപ്പോഴും വിജയുടെയൊക്കെ കൂടെ, വിജയ് കർത്താണേ, വിജയുടെയൊക്കെ കൂടെ കട്ടയ്ക്ക് കോമഡി ചെയ്തുകൊണ്ടിരുന്ന നടനാണ്. പക്ഷേ ഇപ്പം നല്ല സീരിയസ് റോളുകൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് രസമായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ, അടിപൊളിയായിട്ട് അഭിനയം. വിജയ് സേതുപതി പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കറുപ്പാണ്, പക്ഷേ അഭിനയം ഒരു രക്ഷയുമില്ല മച്ചാനെ, ഒരു രക്ഷയുമില്ല. പിന്നെ മൊട്ട രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മലയാളം ചേട്ടനുണ്ട്, തമിഴിലൊക്കെ അഭിനയിക്കുന്നത്, അത് അടിപൊളിയാണ്. പിന്നെ വിജയ്, ഇത്രയും പേരൊക്കെയാണ് ഞാൻ എഴുതി വെച്ച്. ഇത്ര എഴുതിയപ്പോൾ തന്നെ നമ്മുടെ റിസർവേഷൻ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരായി. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പം ഇതിൻ്റെ മെസ്സേജിനകത്ത് ഞാൻ മറന്നുപോയ കുറേ ആൾക്കാരുടെ പേര് നമ്മുടെ ഫോളോവേഴ്സിൽ ആരെങ്കിലും അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലെ മലയാളം കറുത്ത നടന്മാരെ ഇഷ്ടമുള്ള കുറേ പേരിടും. നിങ്ങൾ അതും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്ക്, എന്നിട്ട് വന്ന് തെറി വിളിക്കാൻ നോക്ക്, മനസ്സിലായോ? പിന്നെ ഭീഷണിയൊക്കെ വരുന്നുണ്ട്. നീ ഇരുന്ന് ചിരിക്കടി, നിൻ്റെ ചിരി ഞാനിപ്പോൾ നിർത്തിത്തരാമെന്ന്. എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല സുഹൃത്തുക്കൾ. നല്ല കോമഡി സിനിമയും നല്ല തമാശയൊക്കെ കണ്ടാൽ ഞാൻ ചിരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ ചിരിക്കാൻ ഒരുപാട് കമൻസ് വായിക്കാനും പറ്റി. അതുകൊണ്ട് ചിരി മാറ്റി വെക്കാൻ എനിക്ക് പറ്റുന്ന കാര്യമല്ല. കരച്ചിലിനേക്കാളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ചിരിയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേടനോട് നിങ്ങൾ പോയി പറ, എന്തുകൊണ്ട്, ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെളുത്തൊരു സ്ത്രീയെ കല്യാണം കഴിച്ചത്? ഇത്രയേറെ കറുപ്പിനെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കറുത്ത പെൺകുട്ടിക്ക് വേണമായിരുന്നു ജീവിതം കൊടുക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.